ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മുഹമ്മദ് റാഷിദ്. AI പ്രോഗ്രാമേഴ്സിൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന വിഷയത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. AI എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ടെക്നോളജികളുടെ സഹായത്തോടു കൂടെ കമ്പ്യൂട്ടറുകൾ, അതുപോലെ മെഷീനുകൾ മനുഷ്യന്മാർ സാധാരണ ചെയ്യുന്ന ടാസ്കുകൾ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നിർമ്മിക്കുന്നതിനാണ് AI എന്ന് പൊതുവെ പറയുന്നത്. ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിക്ക് മനുഷ്യരുടെ സമയമായ പല ടാസ്കുകളും മനുഷ്യനേക്കാൾ വേഗത്തിൽ, അതുപോലെ തന്നെ കൂടുതൽ കൃത്യമായും ചെയ്യാൻ സാധിക്കുന്നത് AIയുടെ വളർച്ചയെ വളരെ ടെക്നോളജിയുടെ വളർച്ചയെ കാണിക്കുന്നു. AI ഇന്ന് അതിൻ്റെ ഒരു വലിയ റവല്യൂഷൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ന് നാം നോക്കിയാൽ ഒട്ടുമിക്ക മേഖലകളിലും AIയുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെയധികം AIയുടെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് പ്രോഗ്രാമിംഗ്. ഇന്ന് നമുക്ക് കാണാം, ഒട്ടനവധി AI ടൂളുകൾ കോഡിംഗ് എളുപ്പമാക്കാൻ, അല്ലെങ്കിൽ ഒരു കോഡിങ്ങിൻ്റെ ബേസുമില്ലാതെ തന്നെ പല പ്രോഗ്രാമുകളും പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് പല പ്രോഗ്രാമേഴ്സിൻ്റെയും ഉള്ളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അൾട്ടിമേറ്റ്ലി പ്രോഗ്രാമേഴ്സിനെ AI റിപ്ലേസ് ചെയ്യുമോ എന്നുള്ള ഒരു വിഷയം ഇന്ന് വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ AIയുടെ ലിമിറ്റേഷൻസ് ആണ്. AIക്ക് മനുഷ്യനേക്കാൾ വേഗത്തിൽ, അതുപോലെ കൃത്യമായും പല ടാസ്കുകളും ചെയ്യാൻ പറ്റും. എന്നാൽ ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതെ AIക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഇപ്പോൾ ഒരു കാര്യത്തിൻ്റെ എത്തിക്കൽ സൈഡ്, അല്ലെങ്കിൽ കണ്ടക്സ്റ്റ് മനസ്സിലാക്കി ഉള്ള ഡെസിഷൻസ്, അതേപോലെ തന്നെ ഐഡിയാസ്, ഇതൊക്കെ ഒരു AIക്ക് സ്വന്തമായി ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ AI മനുഷ്യരുടെ പ്രോഗ്രാമിങ്ങിനെ റീപ്ലേസ് ചെയ്യുക എന്നതിലും ഉപരി മനുഷ്യരുടെ അഥവാ പ്രോഗ്രാമേഴ്സിൻ്റെ ജോലിയെ കൂടുതൽ മികച്ചതാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നാം ഇന്ന് ചെയ്യുന്ന പല സിമ്പിളായിട്ടുള്ള അഥവാ റൂട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ വളരെ സമയമെടുത്തും അതേപോലെ തന്നെ റിപ്പീറ്റേറ്റീവുമായിട്ടുള്ള ടാസ്കുകളൊക്കെ നമുക്ക് AI വെച്ച് ചെയ്യാവുന്നതും, കോംപ്ലക്സ് ആയിട്ടും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ ഇൻറ്റ്യൂഷൻ, ഇതൊക്കെ ആവശ്യമുള്ള മേഖലകൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്തുകൊണ്ടും പ്രോഗ്രാമേഴ്സിൻ്റെ പ്രോഗ്രാം കൂടുതൽ നമുക്ക് ഒരു അടുത്ത ലെവലിലേക്ക് AIയുടെ സഹായത്തോടുകൂടെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. AI നമുക്കറിയാം, AI ഇല്ലാത്ത ഒരു മേഖല നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ്. നമ്മൾ
ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത് വന്ന AI ക്യാമറ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം AI പരിമിതികളും. വളരെയധികം പ്രശ്നങ്ങൾ AI ഡിപ്ലോയ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ ടെക്നോളജി വരുമ്പോൾ എന്നും ഇത് എല്ലാ കാലവും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ടെക്നോളജി വരുമ്പോൾ അത് കുറേ ജോലി സാധ്യതകൾ ഇല്ലാതാക്കും. എന്നാൽ അതിന് പകരം പുതിയ കുറേ ജോലി സാധ്യതകൾ അത് തിരിച്ച് ഇവിടെ കൊണ്ടുവരുമെന്നുള്ളതാണ് എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നാം AI എന്നുള്ളതിനെ ഭയപ്പെടുന്നതിന് പകരം അതിനെ എങ്ങനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും എന്ന് നോക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത കാലത്തൊന്നും AI നമ്മുടെ പ്രോഗ്രാമേഴ്സിനെ റീപ്ലേസ് ചെയ്യാനുള്ളൊരു സാധ്യത ഇതുവരെയുള്ള നമ്മുടെ ഒരു AI വളർച്ച വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ AI സഹായത്തോടു കൂടെ പ്രോഗ്രാമേഴ്സിൻ്റെ കൂടുതൽ മെച്ചപ്പെടാൻ കഴിയുന്നുണ്ട് എന്നതും വളരെ അധികം നമ്മളിപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ AI എന്നതിനെ നമ്മൾ പേടിക്കുന്നതിന് പകരം എങ്ങനെ അതിനെ കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് എല്ലാവരും ശ്രമിക്കണം എന്നാണ്. അതിനുവേണ്ടി AI പഠിക്കുകയും അതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.